സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ തന്നെ അവരുടെ വീടും അവരുടെ ജോലി സ്ഥലവും ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസും അതിൻ്റെ സ്ട്രെസ്സും എങ്ങനെ നമുക്ക് നേരിടാം? നമുക്കിന്ന് കേരള സമൂഹത്തിലും ഇന്ത്യയിലൊട്ടാകെ വർക്ക് ഫോഴ്സിലേക്ക് ചെറുപ്പക്കാരും അല്ലാത്തവരെല്ലാം വന്നു ചേരുന്നുണ്ട്. ഒരു പ്രത്യേകത, ഇപ്പോൾ സ്ത്രീകൾ വളരെ കൂടുതലായിട്ട് വർക്ക് പ്ലേസിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നേരത്തെ പുരുഷന്മാരുടെ മാത്രമായിരുന്ന പ്രശ്നം ഇപ്പോൾ അതൊരു ജെൻഡർ ന്യൂട്രലായിട്ടുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ വർക്ക് ഫോഴ്സിലുണ്ട്. പോലീസിലൊക്കെ നമുക്കറിയാം, പോലീസിലുണ്ട്, KSRTCയിലൊക്കെ ഉണ്ട്. ധാരാളം ആൾക്കാർ പുതിയതായിട്ട് വർക്ക് ഫോഴ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് കൊടുത്തിരുന്ന ഫാമിലിയുടെ ചുമതല, മക്കളെ വളർത്തുക, കുടുംബത്തിലെ ഡൊമസ്റ്റിക് കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള ചുമതലകളൊക്കെ അവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ നോക്കണം, ആ കൂടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളും നോക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പൊതുവായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം, ഈ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, വർക്ക് പ്ലേസ്, വർക്ക് ഫാമിലി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജോലി സ്ഥലത്തെ നമ്മുടെ തലവേദനകൾ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ 5 മണിക്ക് ഓഫീസ് അടയ്ക്കുന്നു, ആ സമയത്ത് നമ്മുടെ അവിടുത്തെ ഫയലുകൾ, പുസ്തകങ്ങൾ അടച്ചു വെക്കുന്ന കൂടെ അന്നത്തെ അവിടുത്തെ വേദനകളും ക്ലേശങ്ങളും അവിടെ വെച്ചിട്ട് വേണം നമ്മൾ പോരാൻ. എന്നിട്ട് വീട്ടിൽ നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ആഹ്ലാദചിത്തരായിട്ട് നമ്മളെപ്പോഴും നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മൾ മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒത്തിരി ക്ലേശവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒത്തിരി ഗ്രോത്തിന് നമ്മളെ വളരെ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എംപ്ലോയേഴ്സിനെ സംബന്ധിച്ച്, ജോലി കൊടുക്കുന്നവരെ സംബന്ധിച്ച് പല സ്ഥലത്തൊരു ടോക്സിക് എൻവയോൺമെൻറ്റാണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ വളരെ സഹിക്കാൻ മേലാത്ത സാഹചര്യങ്ങളാണ് ജോലി സ്ഥലത്തുള്ളത്. പിന്നെ എന്നാൽ ജോലി ഉപേക്ഷിച്ചിട്ട് പോകാത്ത എന്താണെന്ന് ചോദിച്ചാൽ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് പലരും ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ എൻവയോൺമെൻറ്റ്, ടോക്സിക് എൻവയോൺമെൻറ്റ് ഡീടോക്സിഫൈ ചെയ്ത്, അതായത് തൊഴിൽ സൗഹൃദമായിരിക്കണം നമ്മുടെ എല്ലാം. ആ കാര്യത്തിൽ നമ്മുടെ മേലധികാരിക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാനസികമായ സമ്മർദ്ദം ഉണ്ടാകാതിരിക്കാൻ എല്ലാ കരുതലുകളും എടുക്കണം. അവരെ അമിതമായിട്ട് ജോലി ചെയ്യിക്കാൻ അവസരം കൊടുക്കരുത്. അവർക്ക് ലീഷർ ടൈം അനുവദിക്കണം. അതുപോലെ തന്നെ അവർക്ക് ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന വിഷമതകൾ കേൾക്കാനുള്ള, അത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി അവരുടെ തൊഴിൽ ദാതാക്കൾ ഉണ്ടാകണം. അവരുടെ കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാര്യയായാലും ഭർത്താവായാലും ജോലി ചെയ്യുന്ന ആളോടുള്ള ഒരു ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട ആദരവ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ ജോലി ചെയ്ത് വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് കുടുംബാംഗങ്ങൾ പെരുമാറാനായിട്ട്, അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ നേരിടാനായിട്ട് സാധിക്കും.